ഇന്ന് കേരള സ്റ്റേറ്റ് ഐസ് മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഈ 20-ാം തീയതി സമുദ്ര കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കുകയാണ്. ഞങ്ങളുടെ ഈ അസോസിയേഷൻ രൂപീകരിച്ചിട്ട് 22 വർഷക്കാലമായി. കൊറോണയുടെയും മറ്റും പ്രതിസന്ധി കാരണം 3-4 വർഷം ഞങ്ങൾക്ക് സമ്മേളനം നടത്താൻ കഴിയാതെ പോയി. ഇത് 18-ാം സംസ്ഥാന സമ്മേളനമാണ് ഇന്നിവിടെ ഈ 20-ാം തീയതി നടക്കുവാൻ പോകുന്നത്. അതില് ഇന്ന് വ്യവസായങ്ങളെ കുറിച്ച് സംബന്ധിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുവാനുണ്ട്. കാരണം വളരെയധികം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് തീരദേശ മേഖലയുമായി ഈ ഐസ് ഫാക്ടറികൾ. അതിന്റെ പ്രധാന കാരണം എന്താന്ന് വെച്ചാല് 1992 കാലഘട്ടങ്ങളിൽ നമ്മുടെ ലീഡർ അദ്ദേഹം നമ്മളെ വിട്ടുപോയി തിരിച്ചു പോയെങ്കിലും അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. കർണാടക ഗവൺമെന്റിന്റെ കാലത്ത് ഇലക്ട്രിസിറ്റിയിൽ ഒട്ടനവധി ആനുകൂല്യം കൊടുക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ കണ്ടമാനം വ്യവസായങ്ങൾ വരികയും അന്ന് തീരദേശ മേഖലയിൽ 1000-ൽ പരം ഫാക്ടറികൾ പെട്ടെന്ന് തുടർച്ചയായി വ്യവസായങ്ങൾ വരികയും അതിനോടനുബന്ധിച്ച് അന്ന് മത്സ്യമേഖല ലഭ്യമായതിനാൽ നല്ല രൂപത്തിൽ ഈ വ്യവസായങ്ങൾ കൂടെ ഞങ്ങൾക്ക് നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം നമ്മുടെ കയറ്റുമതി വ്യവസായത്തിന് ആവശ്യമായ മത്സ്യസമ്പത്ത് അത് നല്ലോണം ലഭിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഈ കണവ, കൂന്തൽ, ചെമ്മീൻ മുതലായ മത്സ്യങ്ങൾ ഉള്ളത് കാരണം കയറ്റുമതി വ്യവസായം നല്ല രൂപത്തിൽ പ്രവർത്തിച്ചിരുന്നു. കോഴിക്കോട് ജില്ലയിൽ തന്നെ 2 കയറ്റുമതി വ്യവസായങ്ങളും ഒരു 100-ൽ പരം ഫീഡിംഗ് ഷെഡുകളും ഇവിടെ പ്രവർത്തിച്ചിരുന്നു. അതില്